വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് രാസലഹരി ഉപയോഗത്തിനെതിരെ SNDP അമ്പലപ്പുഴ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് രാസലഹരി ഉപയോഗത്തിനെതിരെ SNDP യൂത്ത് മൂവ്മെന്റ് അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് വാഹനയാത്ര സംഘടിപ്പിച്ചത്. പൂന്തരം മുതൽ മാരാരിക്കുളം വരെയാണ് വാഹനയാത്ര നടന്നത്. മതിവരുവോളം ജീവിക്കാം, മതിയാക്കാം ലഹരി എന്ന സന്ദേശവുമായാണ് യൂത്ത് മൂവ്മെന്റ് അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥാ പര്യടനം നടന്നത്. ആലപ്പുഴ നോർത്ത് സ്റ്റേഷൻ പ്രിൻസിപ്പൽ SI ജേക്കബ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാസലഹരി എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയുടെ പിടിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തും. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കൃഷ്ണശ്ശേരി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി അംഗം രജിത് വിശ്വൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P. സുജിത്, ജയദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനും കൂടി സുഖത്തിന് വരണം. പ്രിയപ്പെട്ട കെട്ടിയോനെ, പ്രിയപ്പെട്ട അച്ഛ, പ്രിയപ്പെട്ട മകനെ, സഹോദര, നീ ഇതൊക്കെ ഉപയോഗിച്ച് ആനന്ദിച്ചോളൂ, സന്തോഷിച്ചോളൂ, അറമാദിച്ചോളൂ. പക്ഷെ വൈകിട്ട് വരുമ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെ വന്നതെന്ന് ഞങ്ങളെ വീട്ടിലുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മക്കളും അങ്ങോട്ട് പോകാതിരിക്കും. ഉപയോഗിക്കുന്നവൻ സന്തോഷിക്കാൻ വേണ്ടി, ആനന്ദിക്കാൻ വേണ്ടി ഉപയോഗിച്ചോളൂ. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ വൈകിട്ട് പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതെന്ന് വീട്ടിലുള്ളവർ തെറ്റിദ്ധരിപ്പിക്കെങ്കിലും ചെയ്യാം. ആ വാക്ക് ഉപയോഗിക്കാം. തെറ്റിദ്ധരിപ്പിച്ചു, കാരണം ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത്ര വളരെ ലഘുവായിട്ട് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് ആ വീട്ടിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യം അത്രയും ലഘുവായിട്ട് ഉപയോഗിച്ച് വളരെ കുറച്ച് യാതൊരു ലക്ഷണവും ഇല്ലാതെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മക്കളൊന്നും ഇത് കണ്ടുപഠിക്കാതിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ പിടിവിട്ട് പോകാതിരിക്കും. പിടിവിട്ട് പോകുന്നതിന് മറ്റു ചില കാരണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം കൂടെ പറയാൻ സാധിക്കെങ്കിലും പറയാം. 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കളെ മക്കളായിട്ട് പരിഗണിച്ച് വളർത്താനും കൂടെ ശ്രദ്ധിക്കണം. സ്വന്തം മക്കളെ മക്കളായിട്ട് പരിഗണിച്ച് വളർത്താൻ. അപ്പുറത്തെ മക്കളിൽ നിന്ന് നോക്കാൻ പോകേണ്ടതേ അത് പഴയ കാലം. ഇപ്പോൾ സമയമില്ല നമുക്ക്. സ്വന്തം മക്കളെ 2 കാണത്തുള്ളൂ വീട്ടിൽ, മിക്കവാറും ചിലപ്പോൾ 1 കാണുള്ളൂ. അതിനെ നല്ല കെയറിങ്ങോടുകൂടി പരിഗണനയോടുകൂടി നമ്മൾ പരിപാലിച്ച് വരികയാണെങ്കിൽ ആ പിള്ളേരെ നമ്മൾ പറ്റിക്കത്തില്ല. അവരെ നമ്മളെ കരുതലോടെ, കരുണയോടെ, വാത്സല്യത്തോടെ, കരവലയത്തിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് നിർത്തിയിട്ട് ആ കവിളത്ത് നമ്മുടെ ചുണ്ടുകൊണ്ടൊരു ചുംബനം കൊടുക്കണം മക്കൾക്ക്. ആരൊക്കെ കൊടുക്കുന്നു ഞാൻ ചോദിക്കുന്നില്ല, കൈവക്കാനും പറയണില്ല. സ്വയം ആലോചിച്ചാൽ മതി. എത്ര പേര് ആരും കൈവക്കണ്ട, സ്വന്തം മക്കൾക്ക് എത്ര പേര് ഉമ്മ എടുക്കുന്നുണ്ടെന്ന് വെറുതെ ആലോചിച്ചാൽ മതി. ഒരു കൊച്ചു പയ്യൻ പറയും, അവനോട് ചോദിച്ചാൽ മതി, നിനക്ക് എത്ര ഉമ്മൂടി അവൻ പറയില്ല എന്ന് പറയും. അതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ അമ്മയുടെ അച്ഛൻ്റെ ആ ചുണ്ട് വന്ന് മകൻ്റെ മകളുടെ കവളത്ത് പറ്റുമ്പോൾ, ഒട്ടിച്ചേരുമ്പോൾ ആ ശരീരഭാഗങ്ങളല്ല മുട്ടുന്നത്, ആ 2 പേരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇഴുകിച്ചേരുകയാണ്.